ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ അനിയത്തിൻ്റെ ഹൗസ് വാമിങ്ങിനുള്ള കിച്ചണിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പാത്രവും ഗ്യാസും അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഹൗസ് വാമിങ്ങിന് കൊണ്ടുപോകാനാണ്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വന്നത് പാത്രങ്ങളൊക്കെ നോക്കാൻ വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇവിടുത്തെ ഓരോ ജഗ്ഗും ഗ്ലാസ്സൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തതാണ്. അടിപൊളിയില്ലേ ഈ ജഗ്ഗൊക്കെ കാണാൻ? നല്ല രസമുണ്ടായിന് കേട്ടോ കാണാൻ. ഓരോ ജഗ് ഐറ്റംസും അതുപോലത്തെ അവിടെ ഓരോ ഇത് കാണുമ്പോൾ നമുക്ക് ഈ കിച്ചണിൻ്റെ ഇതിലൊക്കെ കയറിയാൽ എല്ലാം, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം എടുക്കാൻ ഇഷ്ടമായി. കാരണം ഇത് കാണുമ്പോഴും നമുക്ക് ഇത് എനിക്ക് വേണം, ഇത് വാങ്ങണം. പക്ഷേ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് വാങ്ങാൻ ആഗ്രഹമായി. കാരണം അത് പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൊരു സ്വഭാവമാണല്ലോ. ഇതൊക്കെ ഒരു ജഗ്ഗാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ശരിക്കും കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ എടുത്ത് പോകാൻ തോന്നും. പക്ഷേ എനിക്ക് പാത്രം ഭയങ്കര ഇഷ്ടമാണെങ്കിലും കൂടിയിട്ട് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വെക്കുക എന്നല്ലാതെ ഞാൻ അതൊന്നും കൂടുതൽ ഉപയോഗിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വാങ്ങാനും വലിയ താല്പര്യമില്ല. കാണാനും ഇതാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണേനും. രണ്ട് മനസ്സാണ് എനിക്കുള്ളത്. ഇതൊന്നും കണ്ടാൽ നമുക്ക് വീഡിയോ എടുക്കാതെ ഇരിക്കാനും തോന്നില്ല. അത്രക്കും ഭംഗിയുള്ള ഓരോ പാത്രങ്ങൾ കേട്ടോ. ഇപ്പോൾ ഓരോ വർഷത്തിന് ശേഷം ഇപ്പോൾ ഞാൻ താമസിച്ചിട്ട് 4 വർഷമായി. അപ്പോൾ ഇപ്പോൾ അതിനായിട്ടും ഓരോ വെറൈറ്റി പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങളത് കുഴിയപ്പച്ചട്ടിയില്ലേ, അത് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കുറേ കുഴിയുള്ളതും കുറച്ച് ചെറുതും പിന്നെ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. ഞങ്ങൾ നോൺ സ്റ്റിക്കാണ് വാങ്ങിയത്. ഇതിലിപ്പോൾ ഏതാ ഞാൻ കാണിക്കേണ്ടതെന്ന് വിചാരിച്ച്, ഞങ്ങൾ എടുത്തതാണ് കാണിക്കേണ്ടത്, ഇവിടെ ഉള്ളതാണ് കാണിക്കേണ്ടത് വിചാരിച്ചിട്ട് ഏതൊക്കെയോ കൺഫ്യൂഷൻ ആവുക. അങ്ങനെ എല്ലാ വീഡിയോസും എടുത്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ കുറച്ച് പാത്രങ്ങളൊക്കെ, ഞാൻ കുറച്ച് ലേറ്റായിട്ടാട്ടോ ഇവിടെ എത്തിയത്. എൻ്റെ മുമ്പ് ജ്യേഷ്ഠത്തികളെല്ലാവരും ബ്രദറൊക്കെ വന്നിട്ടുണ്ടായിന് അമ്മയൊക്കെ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ലേറ്റായിട്ടാണ് വന്നത്. ബസ്സിന് വന്നപ്പോൾ കുറച്ച് ലേറ്റായി, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ. അങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ പോയി നല്ല രസമുണ്ടായിട്ടോ കാണാൻ. പിന്നല്ലേ ഈ സെറാമിക്കൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. സെറാമിക്കിൻ്റെ ഗ്ലാസ് വാങ്ങുകയാണെങ്കിലും അതുപോലെ എന്ത് വാങ്ങുകയാണെങ്കിലും നമ്മളെല്ലാം ശ്രദ്ധിക്കണം. അതിൻ്റെ അടിഭാഗം ഇങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ വക്കൊക്കെ ഇങ്ങനെ പൊട്ടി പോരും. അത് ഞാനിവിടെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ലോക്കലൊക്കെ വാങ്ങിയാൽ പെട്ടെന്ന് കേടുവരും. പക്ഷേ ഈ പ്ലേറ്റൊക്കെ നല്ല ഭംഗിയുണ്ടായിട്ട് ആ ബ്ലാക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ബ്ലാക്ക് കാണാൻ നല്ല രസമാണല്ലോ. പിന്നെ വൈറ്റും രസം തന്നെയാണ്, എല്ലാം രസം തന്നെയാണ്, കാണുമ്പോൾ എല്ലാതും ഇഷ്ടമാവും. പക്ഷേ ഈ പുള്ളിയുള്ള പ്ലേറ്റും പ്രിൻ്റുള്ളതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഏതായാലും ഇതെന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനതിങ്ങനെ നോക്കി നിന്നല്ലാതെ എന്തിനാണതെന്ന് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. ഇതിന് ഈ ജഗ്ഗിനും ഗ്ലാസ്സിനൊക്കെ ഭയങ്കര റേറ്റ് കേട്ടോ. 3000, 4000, 5000 ഒക്കെ ഉണ്ട് ഓരോന്നിൻ്റെ റേറ്റുകൾ. അപ്പം അതൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ വെറുതെ ഷോക്ക് വേണ്ടിയിട്ട് വെക്കാനൊക്കെ പറ്റുന്നതാണ്. അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാനൊന്നും ഇപ്പോൾ വല്ലാതെ ആരും ഉപയോഗിക്കില്ല. കാരണം ഇതൊക്കെ കഴുകി നന്നാക്കണമെങ്കിൽ എത്രമാതിരി പണിയുണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഉപയോഗിക്കാൻ ആരും എടുക്കില്ല. ഇതൊക്കെ പിന്നെ മഗ്ഗുകളാണ് കേട്ടോ. ഇതുപോലത്തെ ഗ്ലാസ്സൊക്കെ എൻ്റെ അടുത്ത് ഒരുപാടുണ്ട്. ഈ മഗ്ഗുകൾ ഒരുപാട് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ഉപയോഗിക്കില്ല. എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. നമുക്ക് കുറച്ച് പാത്രങ്ങൾ ആവശ്യമുള്ളത് എടുക്കുക, അങ്ങനെയാണ്. കുറേയൊക്കെ ഗിഫ്റ്റ് ഇട്ടുന്നതാണ് കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഏരിയക്കാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ എടുത്തതൊന്നും ഞാൻ ശരിക്കും വീഡിയോയിൽ കാണിച്ചില്ല. ഇനി ബില്ലാക്കണ സമയത്ത് കുറച്ചൊന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്നല്ലാതെ. അപ്പോൾ ഇതിലിങ്ങനെ കണ്ടപ്പോൾ ഏതൊക്കെയാണ് എടുക്കേണ്ടത്, എനിക്കിങ്ങനെ വീഡിയോ നടന്നെടുക്കാൻ പൂതിയാവുന്നുണ്ട്. പക്ഷേ ഈ സാധനങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ നോക്കാനും പൂതിയാവുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു അത്ഭുതം കേട്ടോ. അതെന്താ ഇനി എന്തോ ഒരു സാധനമാണല്ലോ. സ്ട്രോ ആയിട്ടോ. അത് സ്റ്റീലിൻ്റെ ഗോൾഡൻ കളറിൽ വരുന്ന സ്ട്രോ ആയിന്. നമ്മളിപ്പോൾ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഉള്ള കുടിക്കാനൊക്കെ എടുക്കുക. അത് നമുക്ക് വീട്ടിൽ വെച്ചാൽ അത് കഴുകിയൊക്കെ വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അതൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല. കഴുകി വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും എച്ചിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിനേക്കാൾ നല്ല ഒഴിവാക്കാൻ പറ്റുന്ന എടുക്കുക തന്നെയല്ലേ നല്ലത് വിചാരിച്ചിട്ട് അതൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ പിന്നെ ആങ്കറുകളാണ്. ഇതൊക്കെ പിന്നെ കത്തിയൊക്കെ ഇടാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അതിൽ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വലിയ ബക്കറ്റുകൾ, അരിയിടാൻ പറ്റുന്ന ബക്കറ്റ് ലാൻഡ്രികളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ നോക്കിയിട്ടുണ്ട് ലാൻഡ്രികളൊക്കെ. പിന്നെ ഇതുപോലത്തെ ബക്കറ്റുകളൊക്കെ എടുത്തിട്ടുണ്ട്.
പഴയതുപോലെ ഒന്നല്ല കേട്ടോ, എല്ലാ സാധനത്തിനും നല്ല റേറ്റാണ്. ഞങ്ങൾ ലുലു മാളിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാടൊന്നും എടുക്കാനില്ല. മിക്സിയൊന്നും ഞങ്ങൾ എടുക്കണില്ല കേട്ടോ, അതൊക്കെ എടുത്തണം. പിന്നെ ഞങ്ങൾ ഗ്യാസ് സ്റ്റൗ ഞങ്ങൾക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു, ഗ്യാസിൻ്റെ അടുപ്പ്. അപ്പോൾ അതിന് നല്ല നല്ല മോഡലുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്റ്റീലിലൊക്കെ ഉണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റീലൊക്കെ നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് നല്ല ഇഷ്ടമായത് സ്റ്റീലായിന്. അപ്പം ഓക്ക് ഇഷ്ടമായത് മറ്റേതാണ്, ഗ്ലാസിൻ്റെതാണ് പറഞ്ഞപ്പോൾ പിന്നെ അതന്നെ ആക്കിയിട്ടുണ്ട്. സ്റ്റീൽ പഴയ മോഡലല്ല, ഇപ്പോൾ ഇറങ്ങിയ മോഡൽ സ്റ്റീലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് നല്ല രസമുണ്ട് കാണാൻ. ഇത് പിന്നെ മാറ്റുകളൊക്കെ ഞങ്ങൾ ലുലു മാളിൽ തന്നെ ഞങ്ങൾ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ലുലു മാളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ തികയാത്ത കിച്ചണിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ കുറച്ച് പാത്രം മാത്രം ഞങ്ങൾ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഇവിടുത്തെ നല്ല രസമുണ്ട്, അവിടെ ചെന്നപ്പോൾ അവിടുത്തെ നല്ല രസമുണ്ട്. ഏതാ എടുക്കേണ്ടി അറിയില്ല. എനിക്ക് ഇഷ്ടമായത് ഈ സ്റ്റീലായിരുന്നു കേട്ടോ. പക്ഷെ ഓളെടുത്തത് ഇപ്പം ഞാൻ കാണിട്ടില്ല, ഈ ബ്ലാക്കാണ് ഓളെടുത്തിട്ടുള്ളത്. അതിൻ്റെ സ്റ്റീലും അതുപോലെ തന്നെ കണ്ടാൽ തോന്നില്ല, നല്ല ഗ്ലേസിങ് ഒക്കെ ഉള്ള സ്റ്റീലാണ് കേട്ടോ. നല്ല രസമുണ്ട് അതിന് കാണാൻ. ആ ബ്ലാക്കാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഓവനാണ്. ഓവനൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല. പിന്നെ പല ഐറ്റംസും പല മോഡലിലായിട്ട് സ്റ്റീലിൻ്റെ കുക്കറുകളാണ് കേട്ടോ. ഞാൻ പിന്നെ ഡെയിലി സ്റ്റീലിൻ്റെ കുക്കർ മാത്രമാണ് ഉപയോഗിക്കൽ. എൻ്റെ അടുത്ത് 3 കുക്കറും സ്റ്റീലാണ്. അപ്പോൾ അലുമിനിയത്തിൻ്റെ കുക്കറൊന്നും ഇപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയലുണ്ടല്ലോ. അപ്പോൾ ഓക്കെ ഞങ്ങൾ ലുലു മാളിൽ നിന്ന് സ്റ്റീലിൻ്റെ കുക്കർ എടുത്തിട്ടുണ്ട്, 3 കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുക്കറൊന്നും എടുത്തിട്ടില്ല. അതുപോലെ സ്പൂണുകൾ, ചെറിയ കയ്യിൽ തവ, അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കുറേ. എത്രയും നേരത്തെ ഹൗസ് വാമിങ് നടത്താൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം നല്ല ചിലവാണ് ഇപ്പോൾ ഹൗസ് വാമിങ്ങിനൊക്കെ. കാരണം ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ കടയിലേക്കാണ് പോയാൽ മതി. എത്ര റേറ്റാണ് അറിയാം, ഓരോന്നിനും ഭയങ്കര റേറ്റുകളാണ്. പക്ഷേ കാണാനും നല്ല ഭംഗിയുണ്ട്. ഏത് കടയിലായാലും നല്ല റേറ്റാണ്. ഇപ്പം ഇങ്ങനത്തെ സാധനത്തിനൊക്കെ എല്ലാത്തിനും റേറ്റ് കൂടിയില്ലേ. നമ്മളൊരു 4 വർഷം മുമ്പ് താമസിക്കണ പോലെയല്ല ഇപ്പോൾ. പിന്നെ പല മോഡൽ ഐറ്റംസ് സാധനങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ റേറ്റും കൂടുതലാണ്, എല്ലാം ഉണ്ട്. ഇത് പിന്നെ ഞങ്ങൾ പുട്ടും കുറ്റി നോക്കിയതാട്ടാ. ഞാൻ എടുത്ത സാധനങ്ങളൊക്കെ ഇതിൽ കാണിക്കാനും വിട്ടുപോയിട്ടുണ്ട്. ഞാനിങ്ങനെ ഓരോ സാധനങ്ങളും ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തതാണ്. ഞാൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കാണാൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ പെണ്ണുങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണല്ലോ. അതൊക്കെ സ്റ്റീലിൻ്റെ കുടുക്കകളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരു ഓട്ടപാത്രം എടുത്തിട്ടുണ്ട്, അതുപോലെ ചൂല്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ മോപ്പ്, ഇതൊക്കെ ഞങ്ങളെടുത്ത പാത്രങ്ങളാണ് കേട്ടോ അവിടെ കാണുന്നത്, താഴെ വെച്ചിട്ടുള്ളത്. ഇനി ഞങ്ങൾക്ക് അലുമിനിയൻ്റെ ചീനിച്ചട്ടി എടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്, അലുമിനിയത്തിൻ്റെ ഭാഗത്തേക്ക്. ഈ പാത്രങ്ങളും കാണാനൊക്കെ നല്ല രസമാണ്. പക്ഷേ സ്ഥിരം ഉപയോഗിക്കണമെങ്കിൽ അലുമിനിയം പാത്രം തന്നെയാണ് നല്ലത്. സ്റ്റീലിനെക്കാട്ടിയും സ്ഥിരം ഉപയോഗിക്കാൻ നല്ലത് എന്നല്ല, ഹെൽത്തി ആണെന്നൊന്നുമല്ല ഞാൻ പറയണത്. പക്ഷേ ഉപയോഗിക്കാൻ എളുപ്പം, സ്റ്റീലിൻ്റെത് പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ അതൊക്കെ ചെറുതെടുത്താൽ നല്ല ഇതാണ്. അങ്ങനെ ഞങ്ങൾ തെരച്ചിലുകളൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ എടുത്ത് സെറ്റായി, എല്ലാ സാധനം എടുത്ത് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയതാണ് കേട്ടോ, ബില്ലാക്കാൻ വേണ്ടിയിട്ട്. ബില്ലാക്കാൻ ഒരുപാട് ടൈമാണ്. പിന്നെ ആണെങ്കിൽ നല്ല തിരക്കുമായിരുന്നു അന്ന്. അതൊക്കെ അവിടെ വന്ന ആളുകൾ തന്നെയാണ്, നല്ല തിരക്കുള്ള കടയാണ്. അപ്പോൾ ബില്ലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തത്. അതൊക്കെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഓരോ ഗ്ലാസ് 100 ഗ്ലാസ്സാണ് എടുത്തിട്ടുണ്ടായിൻ്റെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ ഇതാക്കി നിൽക്കുകയാണ്. ഇതെല്ലാം ബില്ലാക്കാനുള്ളതാണ്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോയിലുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.